മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരോട് പറഞ്ഞപ്പോൾ അവർ നിഷേധിക്കുകയുണ്ടായി. ഉബയ്യ് ഇബ്നു ഖലഫ് നുരുമ്പിയ എല്ലെടുത്ത് കയ്യിലിട്ട് പൊടിച്ച് പ്രവാചകന്റെ നേരെ ഊതിയിട്ട് അവർ ചോദിച്ചു, അതസ്ഉമു അന്നല്ലാഹ് യബ്അസു ഹാദാ, ഈ നുരുമ്പിയ എല്ലിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണോ മുഹമ്മദെ നീ വാദിക്കുന്നത്? വല്ലാത്തൊരു അത്ഭുതകരമായ മടക്കം തന്നെയാണിത്. ഇങ്ങനെ ഒരു മടക്കമുണ്ടെങ്കിൽ അത് അതിവിദൂരമായിരിക്കുമല്ലോ. ഞങ്ങളുടെ ബുദ്ധിക്ക് ഗോചരമല്ലല്ലോ ഇത്, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ ഇത്. മണ്ണോട് മണ്ണ് ചേർന്ന മനുഷ്യൻ വീണ്ടും എങ്ങനെയാണ് ഇതേ രൂപത്തിൽ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന അവരുടെ അത്ഭുതകരമായ ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ശൈലിയിൽ മറുപടി നൽകുകയുണ്ടായി. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. അതെ, ആദ്യമുണ്ടാക്കിയവനെ അത് വീണ്ടും സൃഷ്ടിക്കാൻ പ്രയാസമില്ല. രണ്ടാമത് ഉണ്ടാക്കുക എന്നതാണ് എളുപ്പമുള്ള കാര്യം. അവൻ ഈ സൃഷ്ടിപ്പിൽ ക്ഷീണിച്ചു പോയെന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? أفعينا بالخلق الأول أفعينا بالخلق الأول بل هم في لبس من خلق جديد. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതാണോ പ്രയാസമുള്ളത്, അതല്ല മനുഷ്യനെ സൃഷ്ടിക്കുന്നതോ? ഖുർആൻ ചോദിക്കുന്നു, أأنتم أشد خلقا أم السماء بناها رفع سمكها فسواها وأغطش ليلها وأخرج ضحاها والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها والجبال أرساها متاعا لكم ولأنعامكم. ആ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അവൻ നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കുക തന്നെ ചെയ്യും.